ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അസൂറിയ വ്ളോഗ്സ്. കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ചെറിയൊരു കുക്കിംഗ് വ്ളോഗാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കടലക്കറിയും ചപ്പാത്തിയാണ്. അപ്പോൾ എൻ്റെ സ്റ്റൈലിലുള്ള കടലക്കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ രാവിലെ ചായക്കപ്പും കൊണ്ട് ഇങ്ങനെ മുറ്റത്തൊക്കെ ഇറങ്ങി ചെടികളൊക്കെ കണ്ട് ആസ്വദിച്ച് ഒരു കപ്പ് ചായയൊക്കെ കുടിച്ചിട്ട് അതിന് ശേഷമാണ് കുക്കിംഗ് തുടങ്ങാൻ പോണത്. കടല തലേന്ന് രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് ഊറിയിട്ടൊക്കെ ഉണ്ടെന്നാലും ഒരു 2 വിസിലിന് കുക്കറിലിട്ട് വേവിക്കണം. അപ്പോൾ ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കടല മാത്രം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് 2 വലിയ ഉള്ളി, ഒരു തക്കാളി, അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കടല കുക്കറിൽ വെച്ചിട്ടുണ്ട്. പുറത്ത് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ചിട്ട് ഈ വലിയ ഉള്ളിയും തക്കാളി ഒരു ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. വലിയുള്ളിയുടെയും തക്കാളിയുടെയും കൂടെ ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് നേരം ഒന്നിങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം വണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. എനിക്ക് കുറച്ച് കറി ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി, ഒരു 2-3 ടീസ്പൂണ് മല്ലിപ്പൊടി ഇത്ര ആഡ് ചെയ്യുന്നുണ്ട്. മസാലപ്പൊടികൾ ഇട്ട് കൊടുത്തിട്ട് ഒരു 2 തവണ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ലോ ഫ്ലെയിമിലിട്ടിട്ട്. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ചൂടാറാൻ ടൈം കൊണ്ട് ഞാൻ ചപ്പാത്തിക്കുള്ള മാവൊക്കെ നല്ലോണം പെനഞ്ഞെടുത്തിട്ടുണ്ട്. ലൈറ്റ് ചൂടുവെള്ളത്തിലാണ് ഞാൻ മാവ് പെനയാറ്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ ഈ ഉള്ളിയൊക്കെ വണക്കി വെച്ചത് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇനി ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. ആദ്യമൊക്കെ കടലക്കറിയുടെ ഒപ്പം കടല വേവിക്കണതിൻ്റെ ഒപ്പം തക്കാളിയും ഉള്ളിയൊക്കെ ആ വെള്ളത്തിലോട്ട് ഇട്ടിട്ട് വേവിച്ചെടുക്കുമായിരുന്നു. അതുകൂടെയൊക്കെ മസാലയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെ അത് കറിയൊക്കെ വെച്ചതിന് ശേഷം അപ്പോൾ പാറി കിടക്കായിരിക്കും ഉള്ളി വലിയ ഉള്ളിയൊക്കെ. പിന്നെ കുട്ടികളൊക്കെ അത് കഴിക്കുമ്പോൾ അത് എടുത്ത് കളയായിരിക്കും ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ അടിച്ചെടുത്ത് മിക്സ് ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ വയറ്റിക്കും പോകും. പിന്നെ ഈ കറിക്കൊരു കുറുക്കം കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഈ മസാല. ഈ ജാറിന്ന് വീണ്ടും ആ പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ചിട്ട് അതൊന്ന് കുറച്ച് നേരം ഒന്ന് തിളക്കണം അടച്ചു വെച്ചിട്ട്. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് വീണ്ടും ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഞാനിതിൻ്റെ കൂടെ തേങ്ങയും കൂടെ അരച്ചെടുക്കുന്നുണ്ട്. തേങ്ങ വേണമെങ്കിൽ ഒഴിക്കണ്ടുള്ളൂ. ഓൾറെഡി ഇങ്ങനെ തിക്കിൽ അരക്കണ കാരണം പിന്നെ കറി കട്ടി ഉണ്ടാവും. എന്നാലും കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ഒഴിക്കണത് നല്ലതാണ്. ഞാനിത് തിളച്ച് വരുന്ന ഗ്യാപ്പിൽ ചപ്പാത്തി പരത്തി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ ഗ്യാപ്പിൻ്റെ ഇടയിലും ചെറിയ പണികളൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ പണികളൊക്കെ വേഗം തീരും. അപ്പോൾ കറിയൊക്കെ നല്ല
തിളച്ച് അതിൻ്റെ ഒരു മുളകിൻ്റെ സ്മെല്ലുണ്ടാവുമല്ലോ അതൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിക്ക് തേങ്ങ ഒഴിക്കുക. നമുക്ക് എത്ര വെള്ളമാണോ വേണ്ടത്, കറി എത്ര കൂടുതലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കുക. കടല വിസിലിന് വിട്ടപ്പോൾ നല്ല വേവായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ലാസ്റ്റാണ് കടല ആഡ് ചെയ്യുന്നത്. ഇനി ഇതൊക്കെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ഇങ്ങനെ ബോക്സുകളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ദിവസം കൂടുതലത് അളിഞ്ഞു പോകാതിരിക്കും. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിക്ക് കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ താളിച്ച് വയ്ക്കണം. ഇതിൻ്റെ കൂടെ ചപ്പാത്തിയൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്, അതൊന്ന് ചുട്ടെടുക്കും വേണം. അങ്ങനെ കടലക്കറി സെറ്റായിട്ടുണ്ട്. ഞാൻ ഗ്രീൻ പീസ് കറിയോ കടലക്കറിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും അതിലേക്ക് മുട്ടയും കൂടെ പുഴുങ്ങി ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു 4 മുട്ടയും കൂടെ അതിൽ പുഴുങ്ങിയിടുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ ഗ്രീൻ പീസ് കറി വെക്കുക, എഗ്ഗ് കറി വെക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വ്ളോഗായിട്ട് വരുന്നവരെ ബൈ.